ഒരു വെറും 7 പെൻസിൻ്റെ വില പോലും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തന്നില്ല. അല്ലെങ്കിൽ ഒരു വർഷം ഒരു 63 പൗണ്ടിൻ്റെ വിലയെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ കുടിയേറ്റക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയേനെ. അത് നമുക്കറിയാം, ഇന്നലെ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഒക്കെ സാലറി കൂട്ടിയല്ലോ. അതായത് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും എല്ലാം സാലറി കൂട്ടി. സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ബാൻ 2-ലുള്ള ഒരാൾക്ക് 24,465 പൗണ്ടാണ് ന്യൂ എൻട്രൻറ്റിന് ഈ വരുന്ന ഓഗസ്റ്റ് മുതൽ കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവർലി റേറ്റ് 12 പൗണ്ട് 51 പെൻസ്. ബാൻ 3ക്ക് അത് 24,937 പൗണ്ടാണ് ഇയർലി റേറ്റ്. 12 പൗണ്ട് 75 പെൻസാണ് പുതുക്കിയ റേറ്റ്. UK ഗവൺമെൻറ് ഈ സാലറി കൂട്ടിയപ്പോൾ 7 പെൻസും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ആ ഒരു മനസാക്ഷിയും കൂടെ അവർക്ക് കാണിക്കായിരുന്നു. കാരണം നമുക്കറിയാലോ, ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മുതൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും സീനിയർ കെയർസ് ഉൾപ്പെടെയുള്ളവർക്ക് വിസ റിന്യൂ ചെയ്യാൻ മിനിമം സാലറി ത്രഷോൾഡ് 25,000 പൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഒരു മണിക്കൂറിന് 12 പൗണ്ട് 82 പെൻസെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതുക്കി കിട്ടിയ ബാൻ 3-ലുള്ള ഒരാൾക്ക് അവർലി റേറ്റ് ഒരു 7 പെൻസും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷം ഒരു 63 പൗണ്ടും കൂടെ സാലറി കൂട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ കഞ്ഞി കുടിച്ചു പോയേനെ. അതായത് വെറും 7 പെൻസിൻ്റെ വില അവർ നമുക്ക് തന്നില്ല. അവർക്ക് താല്പര്യമില്ല, അത്ര തന്നെ. കാരണം പാർട്ടിയുടെ നിലനിൽപ്പിന് ഇപ്പോൾ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ എക്കണോമിയെ പിടിച്ചു നിർത്താൻ സഹായിച്ച, അത്രയും ഹെൽപ്പ് ചെയ്ത കുടിയേറ്റക്കാരെ പരമാവധി പുറത്താക്കുക. കൊള്ളാം. എന്തായാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഓഗസ്റ്റ് മുതൽ കിട്ടാൻ പോകുന്ന പുതുക്കിയ NHS സാലറി ഇയർലി എത്രയാണെന്നും അതുപോലെ തന്നെ ഓരോ മണിക്കൂറിൽ എത്രയാണെന്നും കൂടെ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് പോക്കോ. എന്തായാലും എന്നെ ഫോളോ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇമിഗ്രേഷൻ സംബന്ധമായ വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുന്നതായിരിക്കും, അത് ഉറപ്പ്. ഓക്കെ, എന്നാൽ ബൈ. വേറെ വീഡിയോ ആയിട്ട് കാണാം.